ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു സൂട്രൻ. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സുവോളജിയുടെ, നമ്മൾ ബോട്ടണിയുടെ നേരത്തെ ക്വിക്ക് റിവിഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സുവോളജിയുടെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ സുവോളജിയുടെ ക്വിക്ക് റിവിഷൻ വീഡിയോ ഇടണം. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിർബന്ധമായിട്ട് നിങ്ങളത് പഠിച്ചിട്ട് പോകണം. സോ ഒരുപാട് റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ലിവിങ് വേൾഡ് ആണ്. ആ ചാപ്റ്റർ കുഞ്ഞു ചാപ്റ്റർ ആണ്. അതിന് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതായത് 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് എന്തൊക്കെയായിരുന്നു ക്യാരക്ടറിസ്റ്റിക്, അതായത് ലിവിങ് ആണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു 5 പോയിന്റ്സ് ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു 5 പോയിന്റ്സ് അത് നിർബന്ധമായിട്ടും പഠിക്കുക. അതുപോലെ തന്നെ ഒരു വലിയ എസ്സേ എന്നുള്ള തരത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള 5 പോയിന്റ്സ് നിങ്ങൾക്ക് എടുത്തിട്ട് വേണമെങ്കിൽ പഠിക്കാം. അത് എസ്സേ നിർബന്ധമായിട്ട് വായിച്ചു വിടണമെന്ന് ഞാൻ പറയില്ല, ഒരുപാടുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്ക് ഭ്രാന്താവും. സോ 5 പോയിന്റ്സ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ലിവിങ് എന്ന് പറയാൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ്, 5 പോയിന്റ്സ് ഏതൊക്കെയാണ് നിർബന്ധമായിട്ടും പഠിക്കുക. അതുപോലെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ എക്സാംസിനും മോസ്റ്റ്ലി കാണുന്നതാണ് റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് പേര്. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ പേരാണല്ലോ. ഓരോ ഓർഗാനിസത്തിനുള്ള സയന്റിഫിക് നെയിം ഇടുമ്പോൾ അതിന് കുറെ റൂൾസ് ഉണ്ട്. സെറ്റ് ഓഫ് 4-5 റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്താണെന്ന് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ എന്താണ് സിസ്റ്റമാറ്റിക്സ്, അത് ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സിസ്റ്റമാറ്റിക്സ്? അപ്പൊ അത് നിർബന്ധമായിട്ടും പഠിക്കുക. ഈ 2 കാര്യങ്ങൾ പഠിക്കുക. പിന്നത്തെ ഉള്ളതാണ് ടാക്സോണമിക് എയ്ഡ്സ്. ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമൻക്ലേച്ചർ റിലേറ്റഡ് ആയിട്ട് ഈ പേരും ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യണമൊക്കെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. അതാണ് ബ്രാഞ്ച് ഓഫ് ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ച് ഐഡന്റിഫിക്കേഷനും ഇതിനെക്കുറിച്ചുള്ള പഠനവും കാര്യങ്ങളൊക്കെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. സോ ടാക്സോണമി എയ്ഡ് എന്ന് പറയുന്നത് എന്താ? ഹെൽപ്പ്. ടാക്സോണമിക്ക് സഹായിക്കുന്ന എയ്ഡുകൾ എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ ഹെർബേറിയം, സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ പാർക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊക്കെയാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്. ഒരു 4-5-6 ടെക്സ്റ്റിലുണ്ട്. അതിനെക്കുറിച്ച് ബ്രീഫ് ആയിട്ടൊന്ന് പഠിച്ചിരിക്കുക. ചിലപ്പോൾ ചോദിക്കും ഏതൊക്കെയാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്നൊരു 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചാൽ 2 മാർക്കിന്റെ ചോദിച്ചാൽ നിർബന്ധമായിട്ട് നിങ്ങൾ 4 പോയിന്റ്സ് എഴുതിയിരിക്കണം. എപ്പോഴും 2 മാർക്കിന്റെ ചോദിച്ചാൽ 2 പോയിന്റ്സ് എഴുതി നിർത്തരുത്. എപ്പോഴും 3 മാർക്കിന്റെ ചോദിച്ചാൽ 6 പോയിന്റ്സ് എഴുതുക. 4 മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ എസ്സേ ഒരു പരുവത്തിൽ നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെയാണ് എക്സാമിന് എപ്പോഴും ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് ആനിമൽ കിങ്ഡം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഒരുപാടുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് എടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. ബട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയത് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സിമ്മെട്രി ആണ്. സിമ്മെട്രി എങ്ങനെയാണ്, അല്ലെങ്കിൽ സിമ്മെട്രി എന്താണ്, ഓരോ ഓർഗാനിസത്തിന്റെയും സിമ്മെട്രി എങ്ങനെയാണ്, എന്താണെന്നുള്ളത് വൃത്തിയായിട്ട് പഠിക്കുക. അതിലുണ്ട്, അത് നോക്കി വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെയാണ് 11 ഫൈലവും 7 ക്ലാസ്സും, അത് വൃത്തിയായിട്ട് പഠിക്കണം. ഈ 11 ഫൈലവും ക്ലാസ്സും വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് 11 ഫൈലും ഒരു ബോക്സിൽ എഴുതിയിട്ട് അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ്, 11 ഫൈലും എഴുതുക, ബോക്സ് വരയ്ക്കുക. അതിൽ ഓരോ ഫൈലത്തിന്റെയും സ്പെഷ്യാലിറ്റീസ് എന്താണ്, ഓരോ ഫൈലത്തിന്റെയും എക്സാമ്പിൾസ് എന്താണ്. എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും പഠിക്കണം. അങ്ങനെ ചിലപ്പോൾ ക്ലാസിഫിക്കേഷൻ ആയിട്ടായിരിക്കും ചോദിക്കുക. ഇത്രയും വലുതായതുകൊണ്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ ടൈപ്പിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. സോ ഫൈലും എഴുതുക, അതിന്റെ ഓരോ ഫൈലത്തിന്റെയും സ്പെഷ്യാലിറ്റീസ് നോക്കുക, എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിക്കുക. അതൊരു ബോക്സിൽ എഴുതി വരച്ച് പഠിക്കുക. കാര്യം ഒരുപാടുണ്ട്. 11 ഫൈലും എന്നൊക്കെ പറഞ്ഞാൽ 4-5 പേജൊക്കെ വരും, അതിൽ കൂടുതൽ വരും തോന്നുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെ പഠിക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് 7 ക്ലാസ്സും പഠിക്കേണ്ടത്. ഇതേപോലെ തന്നെ ബോക്സ് വരയ്ക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ബോക്സ് വരയ്ക്കുന്നു, ആ ഓരോ ക്ലാസ്സിന്റെയും സ്പെഷ്യാലിറ്റി പഠിക്കുന്നു, അതിന്റെ എക്സാമ്പിൾസ് പഠിക്കുന്നു. ഇങ്ങനെയാണ് ഇത് രണ്ടും നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ. അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ബോക്സിൽ, ഒരു ഓറഞ്ച് കളർ ബോക്സിൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള വ്യത്യാസം ബോക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് പഠിക്കുക. ഒരു 4-5 പോയിന്റ്സ് ഉണ്ട്. ചിലപ്പോൾ 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. 2 മാർക്കിന്റെ ചോദിച്ചാൽ ഇതിലും 2 പോയിന്റ്സ് അതിലും 2 പോയിന്റ്സ് വീതം എഴുതുക. അടുത്താണ് സെഗ്മെന്റഡ് ആൻഡ് നോൺ സെഗ്മെന്റഡ്. അതായത് സെഗ്മെന്റേഷനും നോൺ സെഗ്മെന്റേഷനും ഉള്ള ഓർഗാനിസം. ചില ഓർഗാനിസത്തിന് സെഗ്മെന്റ്സ് ഉണ്ടാവില്ല, ചിലതിന് സെഗ്മെന്റ്സ് ഉണ്ടാവും. അത് ഏതാണെന്ന് ക്ലാസിഫൈ ചെയ്യാൻ 2 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ അത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഈ പറഞ്ഞില്ല, ഈ ക്ലാസ്സും
ഫൈലം പറഞ്ഞില്ലേ, ഫൈലം. ഈ ഫൈലത്തിലുള്ള കുറെ ഓർഗാനിസം ഉണ്ട്. ഇതിലേക്ക് ഏതിലൊക്കെയാണ് സെഗ്മെന്റ്സ് ഉള്ളത്, ഏതിലൊക്കെയാണ് സെഗ്മെന്റ്സ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. എർത്ത് വോമിന് സെഗ്മെന്റ്സ് ഉണ്ട്, മനസ്സിലായോ? അപ്പൊ അതുപോലെ ഇനി സെഗ്മെന്റ്സ് ഇല്ലാത്ത ഓർഗാനിസംസ് വേറെ ഉണ്ട്. സോ അത് അങ്ങനെയാണ് പഠിക്കാൻ പറഞ്ഞത്. സോ അത് പഠിച്ചു വെക്കുക. പിന്നെയാണ് അസിമെട്രി, റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി. അതായത് ഇതിന്റെ സിമെട്രി ഞാൻ നേരത്തെ പറഞ്ഞ സിമെട്രി പഠിക്കണമെന്ന്, അതിനെ കുറിച്ചാണ് പറയുന്നത്. അസിമെട്രി അതായത് സിമെട്രി ഇല്ലാത്തത്, റേഡിയൽ ആയിട്ട് ഉള്ള സിമെട്രി ഉള്ളത്, ബൈലാറ്ററൽ ആയിട്ടുള്ള. ഇത് എന്താണെന്ന് ഇത് മൂന്നും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഇത് മൂന്നും വൃത്തിയായിട്ട് ഒരു മാർക്കിന്റെ ക്വസ്റ്റിനൊക്കെ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇതിന്റെ മൂന്നിനെയും ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഞാൻ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയതാണ്. കാർട്ടിലേജിനസ് ഫിഷും ബോണി ഫിഷും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. കാർട്ടിലേജിനസ് ഫിഷും ബോണി ഫിഷും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് വൃത്തിയായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അത് മറക്കാണ്ട് പഠിക്കുക. അത് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാതെ നിങ്ങൾ വിടരുത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 7 ക്ലാസിന്റെ സ്പെഷ്യാലിറ്റീസ് പഠിക്കണം എന്ന് പറഞ്ഞു. ഇനി ഇതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഈ ചാപ്റ്റർ നിർബന്ധമായിട്ട് നോക്കേണ്ട ചാപ്റ്ററാണ്, പക്ഷെ വലിയ ചാപ്റ്ററാണ്. ഇതിൽ ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം ഓറഞ്ച് ബോക്സിൽ വലുതായിട്ട് ഈ ചാപ്റ്ററിൽ മൊത്തം സമ്മറി കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എങ്ങനെയാണ് ഉള്ളതാണ്, ഓരോ ഓർഗാനിസത്തിന്റെ സ്പെഷ്യാലിറ്റീസ് എങ്ങനെയാണ്, ഏത് ക്ലാസ്സിൽ പെടുന്നു, എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ഒക്കെ ആ ബോക്സിൽ വലുതായിട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ ആദ്യം തന്നെ ആ ബോക്സ് പഠിച്ചിട്ട് വേറെ ഒന്നും പഠിക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ആ ബോക്സ് പഠിച്ചു വെക്കാം, ബട്ട് സ്റ്റിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് കട്ട് പോലെയാണ്. ഈ പഠിച്ചതൊക്കെ ഓർത്ത് വെക്കുന്ന ഒരു റിമൈൻഡർ, ഹോൾ റിമൈൻഡർ ആണ് ആ ഒരു ബോക്സ് എന്ന് പറയുന്നത്. സോ അത് മാക്സിമം വായിച്ച് ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. പിന്നെ ഇൻവേർട്ടബ്രേറ്റ്സ് ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഇൻവേർട്ടബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്, പക്ഷെ എല്ലാ കോഡേറ്റ്സും ഇൻവേർട്ടബ്രേറ്റ്സ് അല്ല. ഇത് ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ആൻസറും ഉണ്ട്. സോ അത് പഠിച്ചു വെക്കുക. അത് മാക്സിമം പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഇതൊക്കെയാണ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ള വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. സോ നിർബന്ധമായിട്ടും ആ ചാപ്റ്റർ പഠിക്കുക. എന്തൊക്കെയാണ് അതിന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്താണ് മൂന്നാമത്തെ ചാപ്റ്ററും അത്യാവശ്യം ഇത് കഴിഞ്ഞാൽ തന്നെ ഇമ്പോർട്ടൻസ് കൂടിയ ഒരു ചാപ്റ്ററാണ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ആനിമൽസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൽ എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതാണ്. ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ്, അതിൻ്റെ ഒപ്പം ബ്ലഡും എന്താ പറയുക ബോണും ബ്ലഡും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസും ബോണും ബ്ലഡും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കാര്യങ്ങളാണ് ടിഷ്യൂസ് ഏത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോക്സ് വരച്ച് പഠിക്കുക, അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. എപ്പോഴും നമ്മൾ ഒരുപാട് ഇങ്ങനെ വായിച്ച് എസ് ഒക്കെ ടൈപ്പ് ആയി എഴുതുന്നതിന് പകരം പോയിന്റ്സ് ആയി ബോക്സ് ആയിട്ടൊക്കെ വരച്ച് പഠിച്ചു വെച്ച് പെട്ടെന്ന് ഓർമ്മയുണ്ടാവും. സോ അത് വളരെ നല്ലൊരു പരിപാടിയാണ്. ബോക്സ് ആയിട്ട് ഏതൊക്കെയാണ് ടിഷ്യൂസ്, അതിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്ത്, ഓരോ ടിഷ്യൂസ് ആദ്യം പറയും, അതിനെ എങ്ങനെയൊക്കെ പിന്നെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെ മാക്സിമം പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിർബന്ധമായിട്ടും എന്തൊക്കെ ഉണ്ടെങ്കിലും ടെക്സ്റ്റിലെ സകല ഫിഗേഴ്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. എല്ലാ ഫിഗേഴ്സും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഏതൊക്കെ ടെക്സ്റ്റ്, ഏതൊക്കെ ഗൈഡ് ആണെങ്കിലും ഏതൊക്കെ ടെക്സ്റ്റ് ആണെങ്കിലും അതിൽ എല്ലാ ഫിഗേഴ്സും ഉണ്ടാവും. കാര്യം അത് വരച്ച് പഠിക്കാൻ നിങ്ങൾക്ക് അറിയണം. അത് ഡയറക്റ്റായിട്ട് വരയ്ക്കാൻ ചോദിക്കുന്നു ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ആ ഡയഗ്രാം തന്നിട്ട് അത് ചിലപ്പോൾ റീഡ്രോ ചെയ്യാൻ നമ്മുടെ അടുത്ത് പറയും. പേപ്പറിലേക്ക് റീഡ്രോ ചെയ്തിട്ട് അതിൽ അടയാളപ്പെടുത്താൻ നമുക്ക് അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അത് വൃത്തിയായിട്ട് അറിഞ്ഞാലും നമുക്ക് റീഡ്രോ ചെയ്തിട്ട് ഏതൊക്കെ പാർട്സ് അവർ ചോദിക്കുന്ന എങ്ങനെയായിരിക്കും, ഏതെങ്കിലും ഒരു പാർട്ടിനെ കുറിച്ചുള്ള ഒരു ചോദ്യമായിരിക്കും. 3 പാർട്സ് ആയിരിക്കും ചിലപ്പോൾ അടയാളപ്പെടുത്താൻ ചോദിക്കുക. ആ 3 പാർട്സിനെ കുറിച്ച് 3 പോയിന്റ്സ് തരും. അപ്പൊ നമ്മൾ ആ പോയിന്റ്സ് വെച്ചിട്ട് അത് ഏത് പാർട്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ആ പാർട്ട് അടയാളപ്പെടുത്തണം. അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരിക. സോ നിർബന്ധമായിട്ട് ഫിഗേഴ്സ് ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യുക. ഇത് ബോട്ടണി ആയാലും സുവോളജി ആയാലും മൊത്തമുള്ള കാര്യമാണ്. ബോട്ടണിയും സുവോളജിയും എല്ലാം വൃത്തിയായിട്ട് ഡയഗ്രാംസ് പഠിക്കുക. ഇനി അടുത്തത് ബോണും ബ്ലഡും പറഞ്ഞു. പിന്നെ അറിയേണ്ട ഒരു കാര്യം, ഡിഫറൻസിയേഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ, സ്ട്രെയിറ്റഡും നോൺ സ്ട്രെയിറ്റഡും മസിൽസ് തമ്മിലുള്ള വ്യത്യാസം. അത് മാക്സിമം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റഡും നോൺ സ്ട്രെയിറ്റഡും തമ്മിലുള്ള ഒരു കോളം വരച്ചിട്ട് 2 കോളമായിട്ട് പഠിക്കുക. ടെക്സ്റ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു അതിന്റെ ഡിഫറൻസിയേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. പോയിന്റ്സ് ആയിട്ട് എഴുതുക, അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് എന്താ പറയുക കൺവീനിയന്റ് ആയിരിക്കുക. ഇനി എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലർ ടിഷ്യൂ. ഇത് 3 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണ്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ. അതുപോലെ ന്യൂറൽ ടിഷ്യൂ. ഇങ്ങനെ 4 ഇതിൻ്റെയൊക്കെ ഫിഗേഴ്സ് വൃത്തിയായിട്ട് പഠിക്കണം. ഇത് ഫിഗേഴ്സ് വെച്ച് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഫിഗേഴ്സ് വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉള്ള തരത്തിൽ ചോദിക്കാറുണ്ട്. ഇനി അടുത്തതാണ് നിങ്ങൾക്ക് ഇതിലുള്ളത്
കുറെ ജീവജാലങ്ങൾ എർത്ത് ഉണ്ട്, ഫ്രോഗിന്റെ ഉണ്ട്, പിന്നെ കോക്രോച്ചിന്റെ. ഇതിന്റെ മൂന്നിനും എന്താ പറയാ ഫിഗർ തന്നിട്ട് അതിന്റെ ലൈഫ് സൈക്കിളും കാര്യങ്ങളൊക്കെ തന്നിട്ട് അതിൽ കോക്രോച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അത് മാത്രമേ സിലബസിലുള്ളൂ. ബാക്കി രണ്ടെണ്ണം ഫ്രോഗും എർത്ത് വർമും നിങ്ങൾ പഠിക്കേണ്ട. പക്ഷെ കോക്രോച്ചിന്റെ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. കോക്രോച്ചിന്റെ ഡയഗ്രാം, അതിന് ഫിഗർ ഉണ്ട്, അതിന്റെ എന്താ പറയുക ഗട്ടും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഫിഗർ നിങ്ങൾക്ക് സൈഡിൽ കാണാം. അത് ഡൈജസ്റ്റീവ് ട്രാക്ക് ഒക്കെ ഉണ്ട്. അത് വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അത് അടയാളപ്പെടുത്താൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് വൃത്തിയായിട്ട് പഠിക്കുക. അതിൽ സെഗ്മെന്റ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ സെഗ്മെന്റ്സ് എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ എവിടെയാണ് തുടങ്ങുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വൃത്തിയായിട്ട് തന്നെ ചിലപ്പോൾ ഒരു എസ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. സോ അത് നിർബന്ധമായിട്ട് അത് വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ല, ബട്ട് സ്റ്റിൽ എന്നാലും പഠിച്ചു വെക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ കോക്രോച്ച് തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് എന്നാലും വലുതായിട്ടില്ല, പക്ഷെ എന്നാലും ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിക്കുക. മെയിൽ ആൻഡ് ഫീമെയിൽ കോക്രോച്ച് തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചാപ്റ്റർ ആണ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് വലിയൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്റർ ആണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും കെമിസ്ട്രിയുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ചാപ്റ്ററാണ്. സോ കെമിസ്ട്രി ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, അല്ലാത്തവരും നിർബന്ധമായിട്ടും പഠിക്കണം. അത് വലിയ ചാപ്റ്റർ ആണെങ്കിലും അതിൽ 3 മാർക്കിന് മാത്രമേ ചോദിക്കുള്ളൂ, വലുതായിട്ടൊന്നും ചോദിക്കില്ല. സോ എന്നാലും അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ അതിൽ കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഭയങ്കരമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് പഠിക്കും. പക്ഷേ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതിൽ ആദ്യം ഇതിൽ ഞാൻ ഈ പറയുന്ന പകുതി കാര്യങ്ങളും 1 മാർക്കിനും 2 മാർക്കിനും ഉള്ളതാണ്. പക്ഷെ ഭയങ്കര ഷോർട്ടായിട്ടുള്ളതാണ്. ഒന്ന് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ കുറിച്ച് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഒരു വാക്കിൽ എഴുതാൻ പാകത്തിന് പഠിച്ചു വെക്കുക. പിന്നെ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ പറഞ്ഞാൽ വലുത്, മൈക്രോ പറഞ്ഞാൽ ചെറുത്, ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കുക. പിന്നെ സെക്കൻഡറി ആൻഡ് ടേഴ്സറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്, അത് ടെക്സ്റ്റിൽ ഫിഗർ ഉണ്ട്. ആ ഫിഗർ നോക്കിയിട്ട് ഇങ്ങനെ കുറെ കെട്ടുവിട്ട് അങ്ങനെ കിടക്കുന്ന പോലെയൊക്കെ ഫിഗർ ഉണ്ട്. സോ അത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ആ ഒരു ഭാഗം വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ അമിനോ ആസിഡ്സും ലിപ്പിഡ്സും അത് കുറച്ച് വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് തമ്മിൽ ഡിഫറൻസ് അല്ല, എന്താണ് അമിനോ ആസിഡ്സ്, എന്താണ് ലിപ്പിഡ്സ് എന്നുള്ളത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നൈട്രജനസ് ബേസ് പ്ലസ് ഷുഗർ ആണ് ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ആണ് ന്യൂക്ലിയോടൈഡ്. അതായത് നൈട്രജനസ് ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ആണ് ന്യൂക്ലിയോടൈഡ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു കാര്യമാണ് പ്രോസസ് ഓഫ് മെറ്റബോളിസം. മെറ്റബോളിസം അത് കുറച്ച് വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് വളരെ ചുരുക്കിയിട്ട് എങ്ങനെയാണ് മെറ്റബോളിസം നടക്കുന്നതെന്നൊരു ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി. അങ്ങനെ പ്രോസസ് ഓഫ് മെറ്റബോളിസം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഞാൻ വന്നു കണ്ടിട്ടില്ല. പക്ഷെ മെറ്റബോളിസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിൽ അനാബോളിസം കാറ്റബോളിസും ഒക്കെ അറിഞ്ഞിരിക്കണം. അതിന്റെ മെറ്റബോളിസം ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് അനാബോളിസം കാറ്റബോളിസം. സോ അത് അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്തത് സെല്ലുലോസും സ്റ്റാർച്ചും ഗ്ലൈക്കോജൻ, അതെന്താണ് അറിഞ്ഞു വെക്കുക. സെല്ലുലോസ്, സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ എന്താണെന്ന് നിർബന്ധമായിട്ട് അറിഞ്ഞു വെക്കുക. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്സൺ ക്രിക്ക് മോഡൽ ഓഫ് DNA. നമ്മുടെ DNA ഡബിൾ ഹെലിക്സ് മോഡൽ എന്ന് പറയും, അല്ലെങ്കിൽ വാട്സൺ ക്രിക്ക് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻസൈംസ്, ഇത് ഇനി മൊത്തം അങ്ങനെ എൻസൈംസിന്റെ ഭാഗങ്ങളാണ് വരുന്നത്. എൻസൈംസിനെ കുറിച്ച്, എൻസൈംസും കാറ്റലിസ്റ്റും, അതായത് ഒരു എൻസൈമിൽ എന്താ പറയുക കാറ്റലിസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് എൻസൈമിന്റെ റിയാക്ഷൻ മാറുന്നത്, സ്പീഡ് കൂടുന്നത്, എൻസൈം ആക്ടിവിറ്റി എങ്ങനെയാണ് കാറ്റലിസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. എൻസൈമും കാറ്റലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കൂടെ അറിഞ്ഞു വെക്കണം കേട്ടോ. എൻസൈമിന് റിയാക്ഷൻ എങ്ങനെയാണ് കാറ്റലിസ്റ്റ് ബൂസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു കാര്യം. അതുപോലെ എൻസൈം കാറ്റലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എൻസൈമും കാറ്റലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധം ഞാൻ എക്സാം പേപ്പറിലും ഏതൊക്കെയോ കണ്ടിട്ടുണ്ട്. സോ അത് പഠിച്ചു വെക്കുക. പിന്നെ ആക്ടിവേഷൻ എനർജി, അതിന്റെ ഗ്രാഫ് പോലെ ഒരു ചിത്രം നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ചോദിച്ചു കണ്ടിട്ടുണ്ട് ആക്ടിവേഷൻ എനർജി എന്താണ് എന്നുള്ളത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്തതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. ചിലപ്പോൾ ഇതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി, എൻസൈം ആക്ടിവിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്തത് ട്രാൻസ്ഫറേസ് എന്താണ്, ഹൈഡ്രോലൈസ് എന്താ, ലൈസേസ് എന്താണ്, ഇതൊക്കെ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ടേംസ് ആണ്, ഇതൊക്കെ ഒരു വാക്കിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ. അതുപോലെ ഐസോമറൈസ്, ലിഗേസ്, കോഫാക്ടർ, ഓക്കെ. ഇത്
ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. അതായത് എൻസൈമിന്റെ പല എൻസൈംസിന്റെയും ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഡീഹൈഡ്രോജനേസ് ഉണ്ട്, ട്രാൻസ്ഫറേസ് ഉണ്ട്, ഹൈഡ്രോലേസ് ഉണ്ട്, ലൈസേസ് ഉണ്ട്, ഐസോമറേസ് ഉണ്ട്, ലിഗേസ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇനി അടുത്തൊരു കാര്യം, ഇത് എൻസൈമിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്, പല പല ഫംഗ്ഷൻസ് ചെയ്യുന്നതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അടുത്ത് ഞാൻ ഇടയിൽ കൂടെ പറഞ്ഞു തോന്നുന്നു കോ ഫാക്ടർ. അതും ഒരു 2 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. കോ ഫാക്ടർ എന്താണ്, അവസാനത്തെ സെക്ഷൻ ആണ്. അടുത്ത ചാപ്റ്റർ ആണ് നമ്മുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ ഡൈജസ്റ്റീവ് ട്രാക്കിന്റെ എന്താ പറയുക പാർട്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരച്ച് പഠിച്ചു വെക്കുക, അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ 4 ടൈപ്സ് ഓഫ് ടീത്ത്, മോളാർ, പ്രീമോളാർ, ഇൻസിസർ, കെനൈൻ. ഈ 4 ടീത്തും അതിന്റെ പിക്ചർ വെച്ച് പഠിച്ചു വെക്കുക. അങ്ങനെ തന്നെയാണ് എക്സാമിന് ചോദിച്ചു കണ്ടിരിക്കുന്നത്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഗ്ലാൻസും അതിന്റെ ജ്യൂസസും, എവിടെയൊക്കെയാണ് ഓരോ ഗ്ലാൻസും അതിന്റെ ജ്യൂസുകൾ എന്താണ്, ഏതൊക്കെ ജ്യൂസാണ് സെക്രീറ്റ് ചെയ്യുന്നത്, ഒരു ബോക്സ് വരച്ച് പഠിച്ചു വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് കൺവീനിയന്റ്. പിന്നെ പെരിസ്റ്റോസിസ്, അതൊരു 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാം, എന്താണ് പെരിസ്റ്റോസിസ് എന്ന് പഠിച്ചു വെക്കാം. ഇനി അടുത്താണ് ക്രിപ്സ് ഓഫ് ലീബക്കൻ ബ്രണ്ണേഴ്സ് ഗ്ലാൻസ്. ഇത് രണ്ടും ഞാൻ 1 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് ഒരു വാക്കിൽ പഠിച്ചു വെക്കാം. അതുപോലെ തന്നെയാണ് കൈമും വില്ലൈ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കൈം എന്താണ്, വില്ലൈ എന്താണെന്നുള്ള ഇത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. അത് രണ്ടും 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തതാണ് ഒരു വലിയ എസ്സേ പോലെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റില്, അബ്സോർപ്ഷൻ ഡിഫറെന്റ് പാർട്സ്. ഓരോ പാർട്സിൽ എത്തുമ്പോഴും എങ്ങനെയാണ് ഫുഡ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. അതൊന്ന് ബ്രീഫായിട്ട് വായിച്ചു വെച്ചാൽ, നിങ്ങൾ അത് മൊത്തം ഒന്നും പഠിക്കൊന്നും വേണ്ട, ഒന്ന് ബ്രീഫായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് കൺവേർഷൻ ഓഫ് പോളിസാക്കറൈഡ്സ് ആൻഡ് എൻസൈം. അതായത് ഓരോ ജ്യൂസുകൾ അല്ലെങ്കിൽ ഓരോ എൻസൈംസും ഓരോ സാധനങ്ങൾ, ഇപ്പോ എന്താ പറയുക, പെപ്റ്റോണിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നു, പെപ്സിനെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ കൺവേർഷൻസ് ഒരുപാടുണ്ട്. അത് നിങ്ങളെല്ലാം സെപ്പറേറ്റ് ആയി എഴുതി പഠിച്ചു വെക്കുക. ഇനി ലാസ്റ്റ് സെക്ഷൻ ആണ് ഡിസോർഡേഴ്സ്. ഒരു 5 ഡിസോർഡേഴ്സ് ഉണ്ട് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരുന്നത്, അത് പഠിച്ചു വെക്കുക. അടുത്ത ചാപ്റ്റർ ആണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അത് വളരെ കുറച്ച് മാർക്കിന് മാത്രം ചോദിക്കുന്നതാണ്. അതിൽ ഇതേപോലെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള പാർട്സ് പഠിക്കുക. പിന്നെ റെസ്പിറേഷൻ ഇൻവോൾവ് ചെയ്യുന്ന 5 സ്റ്റെപ്പുകൾ ഉണ്ട്. 5 സ്റ്റെപ്പും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് അതുപോലെ തന്നെ പഠിക്കുക. ഇനി ഇൻസ്പിരേഷൻ എന്താണ്, എക്സ്പിരേഷൻ എന്താണ്, 1 മാർക്കിന് ചോദിക്കുക, അത് പഠിക്കുക. ഇനി നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. ചോദിച്ചു കണ്ടിട്ടുണ്ട്, പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. 9 ഉണ്ട് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. അത് വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. 1 മാർക്കിന് 4 എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. സോ അത് പഠിക്കുക. ഇനി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്, അതിന് ഒരു ഡയഗ്രം ഉണ്ട്. ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രം വൃത്തിയായിട്ട് നോക്കി പഠിച്ചു വെക്കുക. അത് ചോദിച്ച ഡയഗ്രം തന്നിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെയാണ് പൾമോണറി കപ്പാസിറ്റി. എന്താണ് പൾമോണറി കപ്പാസിറ്റി എന്നുള്ളൊരു ചോദ്യം വരും, അത് ടെക്സ്റ്റിലുണ്ട്, അത് പഠിക്കുക. ഇനി അടുത്തതാണ് CO2ന്റെ ട്രാൻസ്പോർട്ടും ഗ്രാഫും, ഓക്സിജന്റെയും അതുപോലെ കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നുകൊണ്ട് ഒരു കർവ്, ഇങ്ങനെയുള്ള ഒരു എസ് ഷേപ്പ് പോലത്തെ ഏകദേശം അതുപോലെയുള്ള ഒരു കർവ് ടെക്സ്റ്റിലുണ്ട്, അത് പഠിക്കുക. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിന്റെ ട്രാൻസ്പോർട്ടും, അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോയ്സ് കാണാറുള്ളതാണ്. ലാസ്റ്റ് സെക്ഷൻ ആണ് ഡിസോർഡേഴ്സ്. അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ ആണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ബ്ലഡിന്റെ ചാപ്റ്റർ ആണ്. ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് എങ്ങനെയാണ് അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ബോഡിയിലേക്ക് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൽ ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ്. നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാണെന്നുള്ളത്. ആ ബ്ലഡ് സെൽസ് എല്ലാം പഠിക്കുക, അതെന്താ അതിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക, അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ, അതായത് നമ്മുടെ എന്താ ABO ഗ്രൂപ്പിംഗും RH ഗ്രൂപ്പിംഗും, ഇത് രണ്ടും പഠിച്ചു വെക്കുക. ആ RH ഗ്രൂപ്പിംഗിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അമ്മയ്ക്ക് അതായത് പ്രഗ്നൻസി ടൈമിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നിർബന്ധമായിട്ടും പഠിക്കുക, 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കും. പിന്നെ ഉള്ളത് കൊയാഗുലേഷൻ, എങ്ങനെയാണ് ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യുന്നത് എന്ന് ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. അത് ഒരു എസ്സേ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഹാർട്ടിന്റെ എന്താ പറയാ, അതിലുള്ള വെയിൻസും നെർവ്സും കാര്യങ്ങളും അതിന്റെ പാർട്സ് അത് വൃത്തിയായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതിലുള്ള ചേമ്പേഴ്സ് എന്തൊക്കെയാണ് അതൊക്കെ വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡബിൾ സർക്കുലേഷൻ. ഇടയ്ക്ക് ചോദിക്കുന്നതാണ് ഡബിൾ സർക്കുലേഷൻ വൃത്തിയായിട്ട്. സിസ്റ്റമിക് ആൻഡ് പൾമണറി സർക്കുലേഷൻ വരുന്നുണ്ട്, അത് പഠിക്കുക. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിസോർഡേഴ്സ് ആണ്. ഡിസോർഡേഴ്സ് വൃത്തിയായിട്ട് പഠിക്കുക. ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്താണ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ. ആ ചാപ്റ്റർ എന്ന് പറയുന്നത് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ കിഡ്നിയുടെ പാർട്സും കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക. കോർട്ടെക്സും 2 സെക്ഷൻസും തമ്മിലുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇനി ഉള്ളതാണ് അമോൺടെലിസം, യൂരിയോടെലിസം, യൂറിക്കോടെലിസം. ഇത് 3 തമ്മിൽ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഇത് വൃത്തിയായിട്ട് പഠിക്കുക. ഇത് ടെക്സ്റ്റിൽ ഉണ്ട് കേട്ടോ, അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോമാൻ ക്യാപ്സ്യൂളും ഹെൻലീസ് ലൂപ്പും, ഇത് രണ്ടും ഇടയ്ക്ക് വന്നു പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ബോമാൻ ക്യാപ്സ്യൂൾ ആൻഡ് ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പ് വളരെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്, പിക്ചർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബോമാൻ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ. ആ ഫിഗേഴ്സ് രണ്ടും പഠിക്കുക. ഇനി കിഡ്നിയുടെ കോർട്ടെക്സും മെഡിലിയും തമ്മിലുള്ള വ്യത്യാസം, അതിലുള്ള പാർട്സ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വൃത്തിയായിട്ട് പഠിക്കുക. ഇനി ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് റേറ്റ്, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറുണ്ട്. സോ അത് പഠിക്കുക.
പിന്നെ ജക്സ്റ്റാ ഗ്ലോമറുലർ അപ്പാരറ്റസ് ഇതും കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും ഏകദേശം അടുപ്പിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കുക. ഇനി ഫംഗ്ഷൻ ഓഫ് ട്യൂബ്യൂൾസ്, ഓരോ ട്യൂബ്യൂൾസ്, കുറെ ട്യൂബ്യൂൾസ് ഉണ്ട്, ട്യൂബ്യൂൾസിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. പിന്നെ യൂറിൻ ഫോർമേഷൻ ഒരു എസ്സേ പോലെയാണ് കൊടുത്തിരിക്കുന്നത്, അതൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ അറിഞ്ഞിരിക്കണം നിങ്ങൾ, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് ഡിസോർഡേഴ്സ് പഠിച്ചു വെക്കുക. ഒപ്പം റെനിനും ആൻജിയോടെൻസിനും തമ്മിൽ ഒരു പോയിന്റ് ഉണ്ട്, അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, സോ അതും പഠിക്കുക, ഡിസോർഡേഴ്സ്. ഇനി നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കിടക്കാണ്. അതിന് പറയുമ്പോൾ തന്നെ അറിയാലോ, മസിൽസ് ആണ്, മൂവ്മെന്റ് ആണ്, മസിൽസും സ്കെൽറ്റനും തമ്മിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ ടൈപ്സ് ഓഫ് മസിൽസ് പഠിക്കുക, ഏതൊക്കെ ടൈപ്സ് ഓഫ് മസിൽസ് ആണ്. പിന്നെ പഠിക്കുന്നതാണ് സാക്രോമിയർ എ ആൻഡ് ഐ ബാൻഡ്. ടെക്സ്റ്റിൽ ഫിഗർ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, അത് എക്സാമിന് അതേപോലെ ആ ഫിഗർ തന്നിട്ട് ചോദിച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഡാർക്ക് ബാൻഡും ലൈറ്റ് ബാൻഡും എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി സ്കെലറ്റൽ മസിൽസിന്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് സ്കെലറ്റൽ മസിൽസ് ഉള്ളത്, അതിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് പഠിക്കുക. അടുത്താണ് ടൈപ്സ് ഓഫ് മസിൽസ്, സ്കെൽറ്റൽ മസിൽസ്, വിസറൽ, കാർഡിയാക്, അങ്ങനെയുള്ള കുറെ ഇതുണ്ട്, അപ്പൊ അത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിലും സ്ട്രേറ്റഡ് മസിൽസും നോൺ സ്ട്രേറ്റഡ് മസിൽസും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. പിന്നെ പ്രോട്ടീൻ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടീൻ എന്താണ്, പ്രോട്ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങൾ, പ്രോട്ടീൻ അല്ല, സ്ട്രക്ചർ ഓഫ് കോൺട്രാക്ടൈൽ പ്രോട്ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിന്റെ സ്ട്രക്ചറും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു ഭാഗം ഒന്ന് വൃത്തിയായിട്ടൊന്ന് വായിക്കുക. ഇനി അടുത്തതാണ് സ്കെൽറ്റൽ സിസ്റ്റം. എങ്ങനെയാണ് സ്കെൽറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ ആക്സിയൽ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെൽറ്റൽ സിസ്റ്റവും നമ്പർ ഓഫ് ബോൺസും അത് ചോദിക്കാറുണ്ട്. ഈ രണ്ടും ആക്സിയലും അപ്പൻഡിക്കുലറും എത്ര നമ്പർ ഓഫ് ബോൺസ് ഉണ്ട് ഹ്യൂമൻ ബോഡിയിൽ, ടോട്ടൽ എത്ര നമ്പർ ഓഫ് ബോൺസ് ഉണ്ടെന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുപോലെ പെൽവിക് ഗേർഡിലും പെക്ടോറൽ ഗേർഡിലും അത് ചോദിക്കാറുണ്ട് നമുക്ക്. ടൈപ്സ് ഓഫ് ജോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഒരിക്കലും അത് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്, അത് എന്തായാലും പഠിക്കുക. പിന്നെ സൈനോവിയൽ ജോയിന്റ്സ് ആൻഡ് ഡിസോർഡേഴ്സ്, ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ആൻഡ് അടുത്ത ചാപ്റ്റർ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ് അടുത്ത ചാപ്റ്റർ. അതിൽ സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ് ഉള്ളത്. അതുപോലെ പഠിക്കേണ്ടതാണ് ന്യൂറോണിന്റെ സ്ട്രക്ചറും പാർട്സും. അത് അങ്ങനെ തന്നെ ഫിഗർ ആയിട്ട് ചോദിക്കാറുണ്ട് എക്സാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മോഡലിലൊക്കെ വന്ന് കേട്ടിട്ടുണ്ട്. സോ അത് നിർബന്ധമായിട്ടും പഠിക്കുക. പിന്നെ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്, അതൊരു പ്ലസ് മൈനസ് എന്നുള്ള രീതിയിൽ ഒരു ഫിഗർ വെച്ച് ചോദിച്ചിട്ടുണ്ട്, അത് പഠിക്കുക. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ. പിന്നെ CNS ആൻഡ് PNS പാർട്സ് പഠിക്കുക. പിന്നെ ഫംഗ്ഷണൽ പാർട്സ് ഓഫ് ബ്രെയിനിന്റെ ഫംഗ്ഷൻസും പാർട്സും, അത് ഹൈപ്പോതലാമസ്, തലാമസ്, മെഡിലോ ഒബ്ലാങ്കട്ട, അതൊക്കെ എവിടെയാണ്, ഏതൊക്കെ പാർട്സ് എന്ന് അടയാളപ്പെടുത്താൻ ചോദിക്കാണ്ട് വൃത്തിയായിട്ട് പഠിക്കുക. അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ തന്നത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അടുത്തൊരു ഭാഗമാണ് റിഫ്ലക്സ് ആക്ഷൻ ചോദിക്കാറുണ്ട്. അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ടാണ് എക്സാമിന് കണ്ടിരിക്കുന്നത്. സോ അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെ ഐയിൽ കോൺ സെൽസും റോഡ് സെൽസും അക്വസ് സൊല്യൂഷനും അക്വസ് ചേമ്പറും വിട്രസ് ചേമ്പറും തമ്മിൽ ഉള്ള ഡിഫറൻസ് പഠിച്ചു വെക്കുക. അതാണ് ഐയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഇയറിൽ മെയിൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കോക്ലിയനെ കുറിച്ചാണ്. അപ്പൊ അത് പഠിച്ച്, അതുപോലെ ഇൻകസും വേലീസും സ്റ്റേറ്റസും, ഇതും ആണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്, അത് പഠിക്കാം. ആൻഡ് നമ്മള് അവസാനത്തെ ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. അതിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, ഇതിൽ മൊത്തം ഹോർമോൺസ് ആണ് വരുന്നത്. സോ മൊത്തം ഒരു ബോക്സ് വരച്ച് ഹോർമോൺസ്, ഓരോ ഹോർമോൺസിലും എന്തൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നു, എവിടെ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻസ് ഉള്ളത് പഠിക്കുക. സോ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, അതുപോലെ പിറ്റ്യൂട്ടറി ലോബ്സും അതിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസും, ഓരോ ഗ്ലാൻഡും ഹോർമോൺസും നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ ഓക്സിറ്റോസിനും വാസോപ്രസിനും എന്താണെന്നത് പഠിക്കുക, അതിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് പഠിക്കുക. പ്രോട്ടീൻ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്, അത് വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ സ്റ്റെറോയിഡ് ഹോർമോൺസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റെറോയിഡ് ഹോർമോൺസ്. പിന്നെ ഹോർമോൺസും ഡിസോർഡേഴ്സും, പല ഹോർമോൺസ് ഇല്ലെങ്കിൽ എന്തൊക്കെ ഡിസോർഡേഴ്സ് ആണ് സംഭവിക്കുക എന്നുള്ളതാണ്. സോ ഇത്രയും ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു. ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സോ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം.